ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ മൃത്യുഞ്ജയ ഹോമം നടത്തി വരുന്നവരാണ്. മിക്കവാറും എല്ലാവരും തന്നെ നടത്തുന്നതാണ്. എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിൽ മൃത്യുഞ്ജയ ഹോമം നടത്തി വരും. ഇനി മൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ മരണം വഴിമാറുമോ? നമുക്ക് ഒന്ന് നോക്കാം. മൃത്യുഞ്ജയൻ സംഹാരമൂർത്തിയായ ശിവൻ തന്നെയാണ്. മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് മൃത്യുവിൽ നിന്നും രക്ഷ നേടാനാണ്. അല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ജനിച്ചാൽ മരിക്കണം, അത് ഒഴിവാക്കാനാവില്ല. മൃത്യുഞ്ജയ മന്ത്രം കൊണ്ടല്ല മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരൂഹമിവ വന്ദനാത് മൃത്യോർമുക്ഷീയ മാമൃതാത്. ഒരു ഫലം അതിൻ്റെ തണ്ടിൽ നിന്നും സ്വാഭാവികമായി പാകമായി വിളഞ്ഞ് താഴേക്ക് നിപതിക്കും. അതുപോലെ എൻ്റെ മരണം സ്വാഭാവികമാക്കി തീർക്കണമേ എന്നാണ് സത്യത്തിൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ചുരുക്കം പറഞ്ഞാൽ അപമൃത്യുവും അപകടവും ഒന്നും വരാതെ ആയുസ്സെത്തുന്ന സമയത്ത് മാത്രമേ എന്നെ ഇഹലോകത്ത് നിന്ന് വിളിക്കാവൂ ഭഗവാനെ എന്ന പ്രാർത്ഥനയാണ് ഇത്. മൂത്തു പഴുത്തു മാത്രമേ എന്നെ ഈ ചെടിയിൽ നിന്നും താഴേക്ക് അടർത്തി വിടാവൂ എന്ന് ഒരു വെള്ളരിക്കയോ മത്തങ്ങയോ ചക്കയോ ആഗ്രഹിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. അതിനാൽ തന്നെ ഈ മന്ത്രം ജപിക്കുന്നവർക്കും ഈ മന്ത്രം കൊണ്ട് ഹോമം നടത്തുന്നവർക്കും ആപത്തുകളും അപകടങ്ങളും അകാല മൃത്യുവും രോഗദുരിതങ്ങളും ഒഴിയുമെന്നതിൽ സംശയമില്ല. സാധാരണയായിട്ട് ശിവക്ഷേത്രങ്ങളിലും ആപത്തുകൾ ഒഴിയാനായിട്ട് ഗൃഹങ്ങളിലും ഈ ഹോമമൊക്കെ നടത്തി വരുന്നു. ഹോമം നടത്തി വരുന്നത് അങ്ങനെയാണ്. ഇനി പിറന്നാൾ ദിനത്തിൽ ഈ ഹോമം കഴിപ്പിക്കുന്നത് അതീവ ഫലപ്രദമാണ്. ഓരോ ഹോമദ്രവ്യങ്ങൾക്കും ഓരോ ഫലം പറയപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം മൃത്യുഞ്ജയ മഹാമന്ത്രത്തിൻ്റെ ശക്തി കൂടെ ചേരുമ്പോൾ ഭക്തർക്ക് ഒരു അളവറ്റ ഫലപ്രാപ്തി മഹാദേവ കാരുണ്യത്താൽ അനുഭവ വേദ്യമാകും. അത് ഉറപ്പായ കാര്യമാണ്. ഹിന്ദു പുരാണങ്ങളിലും വിശ്വാസങ്ങളിലും ശിവൻ സംഹാരകനാണെന്നും ബ്രഹ്മാവ് സൃഷ്ടാവാണെന്നും വിഷ്ണു സംരക്ഷകനാണെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത്. ഇനി ദേഹമാസകലം ഭസ്മം പുരട്ടിയും മനുഷ്യ തലയോട്ടി കൊണ്ടുള്ള മാലയുമുള്ള ശിവൻ്റെ ഒരു രൂപമാണ് ഇത്. ഒരു ശ്മശാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതിനാൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന മനുഷ്യൻ ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് മൃത്യുഞ്ജയ ഹോമം നടത്തി വരുന്നു. ഇനി ഹിന്ദു ദൈവങ്ങളുടെ അല്ല, നമ്മുടെ ആചാരം അനുസരിച്ച് അനേകം അവതാരങ്ങളിൽ ഉത്ഭവമോ ആദി അവസാനമോ ഇല്ലാതെ ഒന്നാണ് ശിവൻ. അന്തമോ ആദിയോ ഉത്ഭവം ഒന്നുമില്ലാത്ത ഒരു ഭഗവാനാണ് ശിവൻ. മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതിൽ നിന്ന് ഭക്തർ പ്രതീക്ഷിക്കുന്ന പ്രയോജനം, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഏതു ഭയവും ശിവൻ അവരെ അതിൽ നിന്നെല്ലാം ഒഴിവാക്കും എന്നതാണ്. ഒരു അപകടം മൂലമോ മാരകമായ രോഗങ്ങളിലൂടെയോ അകാല മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയും. മഹാമൃത്യുഞ്ജയ ഹോമത്തിൻ്റെ ഗുണങ്ങളിലൊന്ന് അത് ചെയ്യുന്ന വ്യക്തിക്ക് ജീവിതത്തെയും മരണത്തിൻ്റെയും ചക്രത്തിൽ നിന്നും രക്ഷപ്പെടാനും പൂർണ്ണ മോക്ഷം നേടാനും കഴിയും എന്നുള്ളതാണ്. അത്രയ്ക്കും ശക്തിയുള്ള ഒരു ഹോമമാണ് മൃത്യുഞ്ജയ ഹോമം. ഇത് നടത്തിയാൽ ഞാൻ ഈ ബംഗാളി പറഞ്ഞ ആ ഒരു ഫലമാണ് എല്ലാവർക്കും ലഭിക്കുക. നടത്തി വരുന്നവരുമുണ്ട്. ഇനി നടത്തുക. നല്ല ഫലമുള്ള ഒരു ഹോമമാണ് മൃത്യുഞ്ജയ ഹോമം. മൃത്യുവിനെ അധികരിക്കുന്ന അല്ലെങ്കിൽ മൃത്യുവിനെ അതിജീവിക്കുന്ന മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. 4 വരികളിൽ ജീവനറ്റ കാതലായ സ്വത്വത്തെ സംരക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഈ മഹാമൃത്യുഞ്ജയ മന്ത്രത്തിൽ. അകാരണമായ മൃത്യുഭയം അനുഭവിക്കുന്നവർക്ക് മനക്കരുത്തും ജീവരക്ഷയും പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് ഇത്. ആ മൃത്യുഞ്ജയ മന്ത്രം ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരൂഹമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃതാത്. ത്രിലോചനനായ ഭഗവാൻ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഭഗവാനെ അങ്ങേ ഞങ്ങൾ ധ്യാനിക്കുന്നു. സുഗന്ധത്തെയും അഭിവൃദ്ധിയെയും വർദ്ധിപ്പിക്കുന്ന അങ്ങ് വെള്ളരിക്കയെ അതിൻ്റെ തണ്ടിൽ നിന്നും വേർപ്പെടുത്തുന്നത് പോലെ മരണത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചാലും, പക്ഷേ അമരത്വത്തിൽ നിന്നല്ല. രോഗങ്ങൾ മാറാനും ദീർഘായുസ്സിനും ധനസമൃദ്ധിക്കും പുത്രപൗത്രാദി സൗഖ്യത്തിനും ബഹുവിശേഷമാണ് ഈ മഹാമൃത്യുഞ്ജയ മന്ത്രജപം. വിപരീത ഒരു ഊർജത്തെ പുറന്തള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം വർദ്ധിപ്പിക്കാനായിട്ട് ഈ മന്ത്രജപം നമ്മളെയൊക്കെ സഹായിക്കും.
ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് ഇത്. അതിനാൽ തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശാരീരികവും മാനസികവുമായ ശുദ്ധി പാലിക്കണം. ഗുരുമുഖത്തിൽ നിന്ന് ഉപദേശം നേടിയ ശേഷമേ ജപം ആരംഭിക്കാവൂ എന്നാണ് ശാസ്ത്രം. എന്നാൽ അക്ഷരത്തെറ്റില്ലാതെ അർത്ഥം മനസ്സിലാക്കി ജപിക്കാൻ സാധിക്കുന്നവർക്ക് മഹാദേവനെ ഗുരുവായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് ജപിച്ചു തുടങ്ങാം. 108 തവണ ജപിക്കുന്നതാണ് ഉത്തമം. സൗകര്യാർത്ഥം 3, 10 എന്നീ തവണയും ജപിക്കാം. കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുന്നത് ഗുണകരമാണ്. ജപശേഷം അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾക്ക് ബഹവാനോട് ക്ഷമാപണവും നടത്തണം. ക്ഷമാപണ മന്ത്രം എല്ലാവർക്കും അറിയാമല്ലോ. ഹരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതം അവിഹിതം വാ സർവമേ തക്ഷമസ്സു. ജയ ജയ കാരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഈ ക്ഷമാപണ മന്ത്രവും ഒക്കെ ചൊല്ലി നമുക്ക് ഈ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലിയ ശേഷം ക്ഷമാപണ മന്ത്രവും കൂടി ചൊല്ലിയാൽ നമ്മൾ ആ ചൊല്ലുന്ന തെറ്റുകൾക്ക് പോലും കൂടെ ഭഗവാൻ നമ്മളോട് ക്ഷമിച്ച് നമുക്ക് മരണഭയം അകറ്റുന്ന ഈ മഹാമന്ത്രം നമുക്ക് വളരെയധികം ഗുണകരം ചെയ്യുന്ന ഒന്നാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം അടുത്തൊരു വീഡിയോയിൽ വരാം. നന്ദി.